മുന്തിരിത്തോട്ടങ്ങളും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കുലൂ നിഅമത്താം, നിങ്ങൾ ബിസ്മിൻ ചൊല്ലി ഭക്ഷിക്കണം. ഏറ്റവും നല്ല ഭക്ഷണമാണ് അസ്സബീബു, ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിയെ പറ്റി ഹദീസിൽ പറഞ്ഞപ്പോൾ യശുദ്ദുൽ അസുബാ, ഞരമ്പുകളെ അത് ഭദ്രമാക്കി തരും. ഞരമ്പുകൾക്ക്, നാഡീ ഞരമ്പുകൾക്ക് നല്ല ഫലം നൽകും. അതേ വയുത്ഫിഉൽ ഗളബാ, റബ്ബിന്റെ ദേഷ്യം അത് കെടുത്തിക്കളയും. വയുദ്ഹിബുൽ വസബാ, ക്ഷീണം മാറ്റിക്കളയും. വയുറുലിർ റബ്ബാ, റബ്ബിനെ തൃപ്തിപ്പെടുത്തും. വയുതയ്യിബുൻ നക്ഹതാ, ഉണക്കമുന്തിരി കഴിച്ചാൽ വായ്നാറ്റം കുറയും. ചിലര് ബ്രഷ് ചെയ്താലും ദുർഗന്ധ വാസന ഉണ്ടാവും. അത് നീക്കാനുള്ള ചികിത്സയാണ് ഉണക്കമുന്തിരി. ഇടക്കിടക്ക് ഇങ്ങനെ കഴിക്കും. വയുദ്ഹിബുൽ ബൽഗം, കഫം നീക്കിക്കളയും. കഫം കൂടുതൽ വന്നിട്ടാണ് മിക്ക രോഗങ്ങളും വരുന്നത്. പനിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഓർമ്മക്കുറവിന്റെ കാരണവും കഫം കൂടുന്നതാണ്. മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന ചെറിയൊരു കിതാബുണ്ട്, വലിയ വിഷയങ്ങൾ പറയുന്ന ചെറിയ കിതാബാണ് തഅലീമുൽ മുതഅല്ലിം. അതിൽ പഠിപ്പിക്കുന്നത് കാണാം, ഓർമ്മശക്തി കുറയാനുള്ള കാരണം കഫം കൂടുന്നതാണ്. കഫം കൂടിയാൽ ഓർമ്മക്കുറവുണ്ടാവും. കഫം കുറയാനുള്ള മാർഗമാണ് ഉണക്കമുന്തിരി കഴിക്കുക. കഫം കുറഞ്ഞാലോ നമ്മുടെ ക്ലൈമറ്റ് റെഡിയാകും. അപ്പൊ രോഗമൊന്നും ഉണ്ടാകില്ല, നല്ല